സമയം രാത്രി 10:30 മണി. വണ്ടിയിൽ ലിംബ് മോഡ് എഴുതി കാണിച്ചിട്ട് കൂട്ടുകാരൻ വിളിച്ച്, എടാ ഇത് സ്റ്റാർട്ട് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട്. എത്ര പെർസെൻറ്റേജ് ബാറ്ററി പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു ചോദിച്ചപ്പോഴാണ് രസം. 80% മുകളിൽ ബാറ്ററി പെർസെൻറ്റേജ് ഇല്ല വണ്ടിയാണ് ലിംബ് ബോർഡ് കാണിച്ചിട്ടുള്ളത്. ഞാനാദ്യം വിചാരിച്ചത് ബാറ്ററി കംപ്ലൈൻ്റ് ആയിരിക്കും എന്നാണ്. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, അതൊക്കെ ഒന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, അതിന് ടാറ്റയുടെ സർവീസിൻ്റെ ആളെ തന്നെ വിളിച്ചോ എന്ന് പറഞ്ഞു. ഇനി നമ്മുടെ ഒരു പരീക്ഷണം എന്നുള്ള തരത്തിൽ വേണമെങ്കിൽ സ്പാൻഡർ എടുത്തിട്ടൊന്ന് ആ ഫ്രണ്ടിലുള്ള ബാറ്ററി ഒന്ന് ഊരി വെക്ക്, ചില ആൾക്കാർക്കൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിലിപ്പോൾ സാധാരണക്കാരുടെ കയ്യിലിപ്പോൾ ഈ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ എവിടുന്ന ഈ സ്പാൻഡർ എന്നാൽ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഒരു സ്പാൻഡർ അതിൽ വെക്കുക, അങ്ങനത്തെ ഒരു സിസ്റ്റം ഒന്നും ടാറ്റയുടെ ഭാഗത്തുനിന്നുമില്ല. അങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് നമ്മുടെ ടാറ്റയുടെ ടീം എത്തി. അയാൾ ആ സെയിം പരിപാടി തന്നെ ചെയ്യുന്നത്. ബാറ്ററി ഊരി വെക്കുകയാണ്, ഫ്രണ്ടിലുള്ള ബാറ്ററി. ഒരു 5 മിനിറ്റ് ബാറ്ററി ഊരി വെച്ചതിന് ശേഷം അത് റീകണക്ട് ചെയ്യും. അങ്ങനെ സ്റ്റാർട്ടായി കിട്ടിയാൽ സ്റ്റാർട്ടാവും. അത് നമ്മുടെ ഭാഗ്യമാണെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഇഷ്യൂ അത് വണ്ടിയുടെ പ്രോഗ്രാം ഇഷ്യൂ അല്ലെങ്കിൽ സ്റ്റെക്ക് അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴാണ് വരിക എന്നൊക്കെ പറഞ്ഞു മൂപ്പര്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ വണ്ടി സ്റ്റാർട്ടായി, വെറും ഒരു സ്പാനർ കൊണ്ടാണെന്നുള്ളത് ഓർക്കണം. ഉസ്മാനെ ഒരു 10ൻ്റെ സ്പാനർ കയ്യിൽ വെച്ച് ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ പോലെയാണ്. 10ൻ്റെ സ്പാനർ കയ്യിലുണ്ടോ വണ്ടി ശരിയായി കിട്ടും. സംഗതി ശരിയായി. ഇനി നേരെ വീട്ടിലോട്ടാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ടാറ്റയുടെ ഇലക്ട്രിക് വണ്ടികൾ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ വണ്ടിയിൽ എപ്പോഴും എന്തുണ്ടാവണം, ഒരു സ്പാനർ ഉണ്ടാവണം എന്നുള്ളത് നിങ്ങൾ ഒന്ന് ആലോചിക്കുക. എത്രൻ്റെ സ്പാനർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10ൻ്റെ സ്പാനറാണ് കേട്ടോ. ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്ന സമയത്തേ മനസ്സിലാവുള്ളൂ ഈ സ്പാനറിന് എത്രമാത്രം വിലയുണ്ട് എന്നുള്ളത്. വണ്ടിയിൽ എന്ത് സ്റ്റെക്ക് വന്നു കഴിഞ്ഞാലും ഈ സ്പാനർ 10ൻ്റെ എടുക്കുക, എന്നിട്ട് മുമ്പിലുള്ള ബോണറ്റ് തുറന്നിട്ട് അവിടെ കാണുന്ന ആ ബാറ്ററി ഉണ്ടല്ലോ, ആ ബാറ്ററിയുടെ ആ നെട്ടങ്ങോട്ട് ഊരുക. പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഊരിയെടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം അത് റീസെറ്റ് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഒന്നുകൂടിയും റീസ്റ്റാർട്ട് ആവുകയാണ്. അതിൽ ആ റെഡ് കളറിൽ കാണുന്ന സംഭവം ഊരേണ്ട ആവശ്യമില്ല കേട്ടോ. അതാരും പോയിട്ട് ഊരരുത്. ഈ സംഗതി മാത്രം ഊരിയിട്ട് റീസെറ്റ് ചെയ്താൽ മതി. വണ്ടിയിൽ എന്ത് സ്റ്റെക്കും കംപ്ലയിൻസും ഉണ്ടെങ്കിൽ അത് ചെറിയ കംപ്ലയിൻസ് ഒക്കെ ആണെങ്കിൽ അവിടെ തന്നെ പരിഹരിക്കാം.